നമസ്കാരം. കണ്ണൂർ വിഷൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫൺ വിത്ത് വിസ്മയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പം ഓണനാളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിലാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് കണ്ണൂരിൻ്റെ സ്വന്തം പാർക്കായ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് ഫൺ വിത്ത് വിസ്മയ എന്ന പ്രോഗ്രാം. ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനോട് അവരെ പരിചയപ്പെടുക, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക, പിന്നെ ലാസ്റ്റ് നമ്മൾ ചെറിയ ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുന്നതൊക്കെ വിസ്മയ പാർക്ക് തന്നെ നൽകുന്ന സമ്മാനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫൺ വിത്ത് വിസ്മയുടെ നമ്മുടെ പ്രോഗ്രാമായിട്ട് വിസ്മയ പാർക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഫൺ വിത്ത് വിസ്മയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഒരു ടീമിന് നമുക്ക് പരിചയപ്പെടാൻ, നമുക്ക് മലയാളിയാണെന്ന് നോക്കാം. നമസ്കാരം, സുഖമല്ലേ? സുഖം. ഓക്കെ, ചേട്ടൻ്റെ പേര്? ഇസ്മായിൽക്കയുടെ സ്ഥലം? പയ്യോളി. പയ്യോളിയിൽ എവിടെയാ? പയ്യോളി ബീച്ചിലാണ്. ബീച്ചിൽ? ആ ബീച്ചിൻ്റെ പേര്? പിന്നെ ആവിക്കൽ ബീച്ച്. സാറിന് നമ്മൾ ഈ ആവിയിലാണ് പുട്ടുണ്ടാകുന്നത്, ഇടയിലേക്ക് ആവിയിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ആവിക്കൽ എന്ന് പറയുന്ന ബീച്ച്. അത് ഒരു പിന്നെ നല്ല ആൾക്കാരൊക്കെ ഈ ഞായറാഴ്ച ആൾക്കാരുണ്ടോ? അവിടെ ഒരു പാർക്കുണ്ട്. അവിടെ പ്രോഗ്രാംസും നല്ല സംഭവമുണ്ട്. അതായത് വടകര പയ്യോളിയിൽ പയ്യോളി ആവിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു എന്തുണ്ട്, ഒരു ബീച്ചുണ്ട്. ആ ബീച്ച് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. ബീച്ചിൽ ഒരുപാട് ഞായറാഴ്ച ദിവസം ഭയങ്കര പരിപാടിയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാവരും കൊണ്ട് പോകണം. നമുക്ക് പിന്നെ കാണാവുന്ന സ്ഥലങ്ങളൊന്നും കാണണ്ടേ? പിന്നെ വിസ്മയിൽ ഫസ്റ്റ് ടൈം ആണോ? അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. ഓക്കെ. എത്ര പേര് വന്നു നിങ്ങൾ മൊത്തം? ഞങ്ങളൊരു 40 പേരുണ്ട്. ഒരു പണി ഫാമിലി ആയിട്ട് വന്നതാണ്. ചേട്ടൻ്റെ ജോലി എന്താണ്? മത്സ്യത്തൊഴിലാളി. ഇപ്പം അതായത് ഇപ്പം ഞാൻ ഇന്നതൊക്കെ നോക്കിയ സമയത്ത് നല്ല ഈ ചെറിയ മത്തി ഉണ്ടല്ലോ, കുഞ്ഞുമത്തി ഇഷ്ടം പോലെ വരുന്നുണ്ട്. ശരിക്കും ഈ ടൈം കുഞ്ഞുമത്തിയുടെ സമയമാണ്. കുഞ്ഞുമത്തി, ചെറിയ അയില, ഇതെല്ലാം ഈ ടൈം ഈ കർക്കിടക മാസത്തിൽ. അപ്പം ഇനി ഈ ചിങ്ങം പഴുതിയൊക്കെ ആകുമ്പോൾ ഏത് മീൻ വരും? ചിങ്ങം പഴുതിക്ക് അത് വലുതായിട്ട് വരും. ഇപ്പം കുട്ടിയായി ഒരു മാസം കഴിഞ്ഞാൽ വലിയ ആളായിട്ട് വരും അല്ലേ? ഈ പിന്നെ ഈ 52 ദിവസം ട്രോളിംഗ് അല്ലേ? ഈ ട്രോളിങ്ങിന് ഈ ചെറിയ മീൻ അത് മുട്ട വിരിയുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിന് ആരും കടലിൽ പോയിട്ട് പിടിക്കാൻ പാടില്ല. പിടിച്ചാൽ തന്നെ നിയമവിരുദ്ധ തോണി പോയിട്ട് പിടിക്കാം, ഇല്ല, അത് പിടിക്കാൻ പാടില്ല. അത് അതിൻ്റെ ഒരു സമയത്ത് നമ്മൾ ഈ 52 ദിവസം കഴിഞ്ഞാൽ ട്രോളിങ് 52 ദിവസം അത് ട്രോളിങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കാം. ഇഷ്ടംപോലെ മീൻ കിട്ടും. ഇപ്പോഴും ചാകര ശരിക്കും നമ്മൾ പണ്ടൊക്കെ ചാകര കടപ്പുറത്തെന്ന് ഉത്സവമായി ഭയങ്കരമായിട്ട് മത്സ്യമൊക്കെ വരും. പിന്നെ അപ്പം കടപ്പുറത്തൊക്കെ ഭയങ്കര ആഘോഷമല്ലേ? ചെറിയൊരു സംശയമുണ്ട്, അത് പല ആൾക്ക് പറയുന്ന കാര്യമാണ്. അതായത് കടലിൽ പോയിട്ട് മത്സ്യം പിടിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അത്ര അവർക്ക് അധ്വാനിക്കുന്ന അനുസരിച്ചുള്ള കൂലി കിട്ടുന്നത്, അതായത് പൈസ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇപ്പോഴങ്ങനല്ല. ഇപ്പം അധ്വാനിക്കുന്നതിനാണ് നമ്മൾ കിട്ടുന്നതിനാണ് ശമ്പളമൊന്നുമല്ലല്ലോ, ശതമാനം കിട്ടുന്നതിനാണ് എത്ര കൂടുതൽ നമ്മൾ കൂടുതൽ പിടിക്കും തോറും നമുക്ക് കാശ് കൂടുതലായിട്ട് കിട്ടും. നിങ്ങളിപ്പോൾ എത്ര പേരാ പോകുന്നത് കടലിൽ പോകുമ്പോൾ? ഞങ്ങൾ 5 പേരാ വരുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന അയക്കുറ പണി, ചൂണ്ടപ്പണി. ചെറുതെല്ലാം വീട്, നമുക്ക് മത്തി ഇതൊന്നും വേണ്ട, നമുക്ക് വലുത് അയക്കുറ. അതെങ്ങനെയാ? ആദ്യം മത്തിന്റെ പണിയായിരുന്നു, ഇപ്പൊ ആ പണി ഒഴിവാക്കി ഇപ്പൊ അയക്കുറ പണി. ഈ അയക്കൂറ ഉണ്ടാകുന്ന സ്ഥലം പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാക്കി അത് GPS അടിച്ചിട്ട് പോകുന്ന ആള്, GPS അടിച്ചിട്ട് നമ്പർ പ്രകാരം പോകുന്ന അതായത് ആദ്യം ചെറിയ അയിലിനെ പിടിക്കും. അയിലിനെ പിടിച്ച് ജീവനോടെ ചൂണ്ടന്റെ മുകളിൽ പോത്തിട്ട് കടലിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അയക്കുറ അത് ചത്തു കഴിഞ്ഞാൽ പിടിക്കൂല, അത് ജീവനോടെ തന്നെ പിടിക്കും അയക്കുറ. ശരി. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ പറയാം, അയക്കൂറ ഇസ്മായിൽക്ക. ഇപ്പൊ അയക്കൂറിന് മാത്രമേ നോട്ടുള്ളൂ. ഓക്കെ, ശരി. പേരെന്താ? ഓക്കെ. ബാബയുടെ പേരെന്താ? മോളുടെ പേര് പറ. ആയിഷ. മോന്റെ പേര്? അലി. അടിപൊളി. ഓക്കെ, അവർ രണ്ടിങ്ങനെ പേഴ്സൊക്കെ ഇങ്ങനെ കൃത്യമായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രാവിലെ എത്ര മണിക്ക് എത്തി ഇവിടെ? ഞങ്ങളൊരു 12 മണിക്ക് എത്തിക്കും. 12 മണിക്ക്. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ മീൻ പിടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു സമയമൊക്കെ നമ്മൾ നോക്കാറുണ്ടോ? ഈ ചോദ്യമാണ്, ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കുന്ന ഭാഗം ഏതാ? ഒരു ഭാഗം നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. എല്ലാ ഭക്ഷണമല്ല, ചില ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളൊരു ഭാഗം ചേർക്കാറുണ്ട്. ഏതാണ് ആ ഭാഗം? വലത് ഭാഗം അല്ല, ഇവിടെ ഭക്ഷണത്തിന്റെ കൂടെ ചില ഭക്ഷണത്തിന്റെ കൂടെ ചേർക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു സൈഡ്. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഒരു ഭാഗത്തിന്റെ പേരാണ്. ഒരു ഭാഗത്തിന്റെ പേര് കിട്ടില്ല. എന്തായാലും സന്തോഷം, കാണാം. ഓക്കെ, താങ്ക് യു. അയക്കൂറ ഇസ്മായിൽക്ക. ഓക്കെ, ഇവിടെ ഒരു അമ്മയുണ്ടേ.
അമ്മ എന്തോ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിപ്പുണ്ട്. അതായത് വേപ്പുകളൊക്കെ മുന്നിലുണ്ട്, കുട്ടികളെ കാണുന്ന കുളിക്കുന്നതൊക്കെ ഇവിടെ നോക്കിയിരിക്കണം. അമ്മയുടെ പേരെന്താ? മൂളി. അമ്മ ഇവിടെ താമസിക്കുന്നത് എവിടെയാ? പെരിങ്ങോ എന്ന് പറയുമ്പോൾ പയ്യൻ എവിടെ? പയ്യന്നൂരിന്ന് ചെറുപുഴ അറിയാലോ? ചെറുപുഴ. അതിന് ചെറുപുഴയ്ക്കും പയ്യന്നൂരിനും ഇടയിലാണ്. പെരിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ. എത്ര പേര് വന്നു അമ്മയുടെ കൂടെ? മകനും ഭാര്യയും 2 പിള്ളേരും. കുട്ടികളുണ്ട്. ഓക്കെ. അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ഇരിക്കാം. അമ്മ അങ്ങോട്ട് പോയായിരുന്നോ? വെള്ളത്തിലോട്ട് പോയായിരുന്നു? പോയിരുന്നില്ല. ജോലിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം? ഇല്ല കുടുംബം. അപ്പോൾ രാവിലെ എത്ര മണിക്ക് പുറപ്പെട്ടതാ? രാവിലെ ഞങ്ങൾ 10 മണിയായപ്പോൾ 10 വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പുറപ്പെട്ടത്. ഉച്ചക്കുള്ള കഴിക്കേണ്ട ഭക്ഷണം എടുത്തിട്ട് വന്നാണോ? അല്ല ഇവിടുന്ന് കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടിട്ട് വേറെ ഇടം പോകാനുണ്ടോ? ഇല്ല, വീട്ടിലേക്ക് തന്നെ പോകും. മക്കളൊക്കെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന മക്കളാണ്? അല്ല, ഇവർ ഇംഗ്ലണ്ടിലാണ്. ഒരു മോന് പിന്നെ ദുബായിൽ. അപ്പോൾ അതുകൊണ്ട് അവർ വെക്കേഷൻ വന്നുകൊണ്ട് ഒന്നിവിടെ വരാമെന്ന് വരും. അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? അല്ല, ഇവിടെ ആദ്യമായിട്ട്. എന്തായാലും വിദേശത്തുള്ള മക്കൾ അവധിയിൽ നാട്ടിൽ വന്നപ്പോൾ അമ്മയും കൂട്ടി നമ്മുടെ വിസ്മയ പാർക്കിലെ കാഴ്ചകൾ കാണാൻ ഉല്ലസിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം മക്കളും ചെറിയ കൊച്ചുമക്കളൊക്കെ ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ആ കാഴ്ച കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചെറിയ ചോദ്യമാണ് അമ്മ. അതായത് ഭക്ഷണങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടം ഏത് ഭക്ഷണം ഉണ്ടാക്കാനാണ്? എല്ലാം നമ്മൾ തന്നെ. എന്നാലും ഒരു നമുക്ക് പ്രത്യേക ഒരു മമത തോന്നുന്ന ഒരു ഭക്ഷണം? നെയ്ച്ചോറ്, ബിരിയാണി ഒക്കെയാണ്. ശരി. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, അതായത് ഒരു ഭാഗത്തിൻ്റെ പേര് ചില ഭക്ഷണങ്ങളുടെ കൂടെ ചേർക്കാറുണ്ട്. ഏതാണ് ആ ഭാഗം എന്നാണ് ചോദ്യം. ചില ഭക്ഷണ വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം നമ്മൾ ചേർക്കും. ഒരു ഭാഗത്തിൻ്റെ പേര് നമ്മൾ ഇതിൻ്റെ അത് ചേർക്കാറുണ്ട് ചില ഭക്ഷണത്തിൻ്റെ കൂടെ. മസാലൻ്റെ അല്ല, അതിന് പല പലഹാരങ്ങളൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കും. ഈസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ ഈസ്റ്റ് എന്ന് പറയില്ലേ? ചേർക്കോ? എന്തിനു ചേർക്കും? അപ്പമൊക്കെ ഉണ്ടാക്കാനൊക്കെ. ചേർക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇരിക്കും പോലെ വരാം. ഓക്കെ. നമ്മൾ അടുത്ത ഒരാളെ, ഇപ്പോൾ 2 കൂട്ടുകാർ അവരവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ നിർത്തിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. പേരെങ്ങനെയാണ്? അതിലെവിടെ സ്ഥലം? ഞാൻ വടകരാണ്. വടകരയിലെവിടെയാണ്? കുരിയാടി ചോറോട് ബീച്ച് തന്നെയാണ്. ബീച്ച് തന്നെയാണ്. എന്താ പേര്? കുരിയാടി ബീച്ച്. കുരിയാടി ബീച്ച്. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ബീച്ച് തന്നെയാണ്. അങ്ങനെയല്ല, ഒരു ചെറിയ ഗ്രാമപ്രദേശം ആണ്. അതിപ്പോൾ ഒരു പയ്യോടിയിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞു അവിടെ എന്തോ ഒരു ബീച്ചുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഡ്രൈവിംഗ് ബീച്ച് ഉണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രീഷ്യനാണ്. ഏതൊക്കെ സ്ഥാപനത്തിലായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണം? അല്ല, ഞാൻ ഇങ്ങനെ ഇതായിട്ട് വർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു മാതാറോടുള്ള ഒരാളെ ആളുടെ കൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് പോയിട്ടില്ല? ഇല്ല, ആ ഒരാഴ്ച പോകാം. അപ്പോൾ നിങ്ങൾ 2 പേര് മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്? അല്ല, ഞങ്ങളെ ഫ്രണ്ട്സ് അപ്പുറത്ത്. അപ്പോൾ എത്ര ആൾക്കാർ? തലവേദനായിട്ട് ഇവിടെ നിന്നോ? അതെ, വെയിൽ കൊണ്ട് തലവേദന കൊണ്ട് ഇവിടെ ഇരുന്നതാണ്. നിങ്ങൾ എത്ര പേര് വന്നു മൊത്തം? 5 എല്ലാം പിന്നെ ജെൻസ് ഫ്രണ്ട്സ്. പേര്? റോഷിത്ത്. എന്താ ചെയ്യുന്നത്? സർവീസ് സെൻ്റർ ഉണ്ട്. സർവീസ് വടകര തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻജോയ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ്. ചെറിയ തലവേദന ഉള്ളതുകൊണ്ട് ഇവിടെ ഇവർ ഇന്ന് വിശ്രമിക്കുകയാണ്. ഒരാൾക്ക് കൂട്ടായിട്ട് ആർക്കാ തലവേദന? നിങ്ങൾക്കാണോ? നിങ്ങൾ കൂട്ടുകാരും വേണം. അതാണ് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഒരു വാല്യൂ. അതാണ് എപ്പോഴും നമ്മുടെ കൂടെ എന്തിനും നിൽക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ ചങ്ങാതി എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പം ഇദ്ദേഹത്തിന് ഒരു ഹെഡ് പെയിൻ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി, ഇദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് നിൽക്കാൻ വേണ്ടി നിങ്ങളുണ്ട് അല്ലേ? അവരവിടുന്ന് കളിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങളുണ്ട്. അപ്പോൾ നമ്മളറിയാം, ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുണ്ട്, എൻ്റെ സൈഡിൽ ഇദ്ദേഹമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കല്യാണമാണെങ്കിൽ ചെറുക്കൻ്റെ സൈഡിലും ആൾക്കാരുണ്ടാവും, പെണ്ണിൻ്റെ സൈഡിലും ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കുന്ന ഭാഗം ഏതാണ്? അറിഞ്ഞുകൂടാ? അപ്പോൾ സന്തോഷം. ഇരുന്നോളൂ, വിശ്രമിച്ചോളൂ. വെയിൽ തിരിക്കേണ്ട താഴ്ത്തിരുന്നോളൂ. ഓക്കെ. അമ്മയുടെ പേര്? നളിനി. എവിടെ സ്ഥലം? ധർമ്മശാല. ഇവിടെ തന്നെ. അപ്പം നമ്മുടെ അതായത് വിസ്മയ പാർക്കിൻ്റെ അയൽവക്കത്താണ് താമസിക്കുന്നത് അല്ലേ? എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫ്. പേര്? വിപിത. ഇനീഷ് എന്താണ്? ഹസ്ബൻഡിന്റെ പേരാണ് സർനെയിമായിട്ടുള്ളത്. എന്താണ് പേര്? ഹസ്ബൻഡിന്റെ പേര്? ഷിജു. ഭായി എന്താ ചെയ്യുന്നത്? പുള്ളി ദുബായിലാണ്. ദുബായ് പെട്രോളിയത്തിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ അവിടെയാണോ? അതെ, ഞങ്ങൾ വെക്കേഷന് വന്നതാണ്. അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. എല്ലാ 6 മാസത്തിലും പോകും. എല്ലാ 6 മാസം കൂടെ പോകും. അപ്പം ചുരുക്കി പറഞ്ഞാൽ 6 മാസം വിദേശത്തും 6 മാസം ഇവിടെയാണ് അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ? നമ്മൾ ഇവിടുന്ന് പോയിട്ട് അവിടെ താമസിക്കുമ്പോൾ ഉണ്ടാകും നമുക്കൊരു എന്താ ഒരു വ്യത്യാസം എന്താ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നാടാണ് ഇഷ്ടം. ഓക്കെ. നിങ്ങൾ ഇതേപോലെ അമ്മ 6 മാസം കൂടി അങ്ങോട്ട് വരും. നിങ്ങൾ എത്ര മാസം കൂടി ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങൾ 2 months കുട്ടികൾക്ക് വെക്കേഷൻ ആകുമ്പോൾ വരും. അപ്പം എല്ലാ ഓണം ഇവിടെ തന്നെ കിട്ടും? മോസ്റ്റ്ലി അല്ലേ? കാരണം ഇത്തവണ ഓഗസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ജൂലൈ ഓഗസ്റ്റ് എനിക്ക് വെക്കേഷൻ 2 മാസം അല്ലേ? അപ്പം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും.
ഓഗസ്റ്റ് 28-ന് തുടങ്ങും, ഏകദേശം ലാസ്റ്റ് ആകുമ്പോൾ തുടങ്ങും. ഓ അപ്പം തിരുവോണത്തിന് അവിടെയാണ്. ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ടേ പോകും. കഴിഞ്ഞിട്ട് ഏതായാലും ഇവിടെ വന്നു. അപ്പോൾ ഏതായാലും തിരുവോണം കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചല്ലേ? അതെ അതെ. ഓക്കെ ശരി. അപ്പം എന്തായാലും അപ്പോൾ നിങ്ങളുടെ ഫീൽ എങ്ങനെയാണ് നാട്ടിലോട്ട് വരുമ്പോൾ? അവിടെ നിൽക്കും അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് നാട് തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ്? ഞങ്ങൾ വളർന്നതൊക്കെ ഇവിടെയല്ലേ, പിന്നെ ഇഷ്ടമുള്ള സ്ഥലമല്ലേ. നാട് തന്നെയാണ്. ശരി ഓക്കെ. അപ്പം നമ്മൾ രണ്ടുപേരും പിന്നെ അമ്മയും മകളുമാണ്. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും. അവിടെ ഉണ്ട്. മക്കളും ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് വന്നിട്ടില്ല. മക്കൾ എത്ര പേര് വന്നിട്ടുണ്ട്? രണ്ടുപേര്. രണ്ടുപേരുടെ പേരെന്താ ഇവിടെ? അനുഷ്ക, തനിഷ്ക. എത്ര പഠിക്കുന്നവർ? മൂത്താൾ 6-ല്, രണ്ടാമത്തെ ആള് KG 1-ല്. അപ്പം ഇങ്ങനെ വെക്കേഷൻ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പാർക്കിൽ അമ്മ പാർക്കിൽ എത്രാമത്തെ തവണ വരുന്നത്? രണ്ടാമത്തെ തൊട്ടയൽവക്കത്താണ്. തൊട്ടയൽവക്കത്ത് പാർക്കിൽ തൊട്ടയൽവക്കത്ത് താമസിക്കുക. അതെ അതെ. അപ്പം എന്തായാലും രണ്ടാമത്തെ തവണയാണ് വരുന്നത്. അപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ഇപ്പം നമ്മൾ ഒരു കല്യാണം ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ എലക്ഷൻ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഏതൊരു പാർട്ടിയുടെയും ഭാഗത്ത് ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ സൈഡിൽ. ഇപ്പം നമ്മുടെ ഒരു മത്സരിക്കുന്ന 3 പാർട്ടിക്കാരുടെ 3 പാർട്ടിക്കാരുടെ അകത്ത് അവരെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അവരെ സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ ചോദ്യമാണ്, ഭക്ഷണങ്ങളുടെ കൂടെ ചേർക്കുന്ന ഭാഗം അല്ലെങ്കിൽ സൈഡ് ഏതാണ്? സൈഡ് ഡിഷാണോ? സൈഡ് ഡിഷ് അല്ല, ഒരു ഭാഗം നമ്മൾ ചില ഭക്ഷണങ്ങളുടെ കൂടെ ചേർക്കാറുണ്ട്. ചേർക്കുന്ന ഭാഗം പായസാണോ? അച്ചാറ്, പപ്പടം. അച്ചാറ്, പപ്പടം, ഓലൻ, കാളൻ, ഇങ്ങനെ ഓണത്തിന് സദ്യയൊക്കെ വന്നുകൊണ്ടിരിക്കും. സോറി. അപ്പോൾ എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ പറ്റും. ഓക്കെ താങ്ക്സ്. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മൾ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നമ്മൾ ചിത്രീകരിച്ച ഫൺ വിത്ത് വിസ്മയുടെ എപ്പിസോഡിൽ ഫസ്റ്റ് എപ്പിസോഡിൽ പങ്കെടുത്ത 2 പേരുണ്ട്. അപ്പം അവരുടെ കൂടെ വന്നിരിക്കുന്നത് 2 ആളാണ്. അപ്പോൾ അവർ നേരത്തെ നമ്മൾ ആ എപ്പിസോഡ് പരിചയപ്പെടുമ്പോൾ വെള്ളത്തിങ്ങനെ ഊർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള റോപ്പറ്റൊക്കെ എടുത്തിട്ട് ഓടുന്ന സമയത്തായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. ഇവിടെ 2 പേര് അവിടെ കൂടെ വന്നിരിക്കും. നമ്മുടെ പേര് സുജാത. സ്വന്തം സ്ഥലം എവിടെയാണ്? കാഞ്ഞങ്ങാട്. അവിടെ കല്ലൂരാവി, മടിയൻ, മാവുങ്കാല്, അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. എവിടെയാണ്? ലക്ഷ്മി നഗർ. അതെവിടെയായിട്ട് വരും കറക്റ്റ്? അലാംപള്ളി. അതായത് ടൗൺ എത്തുന്നതിന് പുതിയ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ആ പുതിയ ബസ് സ്റ്റാൻഡിൽ പഴയ ബസ് സ്റ്റാൻഡിലുള്ള ബസ്സുകാർ വരുന്നുണ്ട്. കാരണം അത് ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈടെക് ലെവലിൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആരും വന്നിട്ടില്ല അല്ലേ? ബസ് കയറുന്നില്ല. അതുകൊണ്ട് ആൾക്കാരില്ല. പരിപാടിയെല്ലാം വെക്കുമ്പോൾ അവർ കയറ്റുന്നില്ല. പിന്നെ ബസ്സുകാർ വരാതായി. അങ്ങനെയാണ് ഈ കാഞ്ഞങ്ങാട് കാസർഗോഡ് സ്ലാങ്ങിൽ. ഇപ്പോൾ ഒരുപാട് സിനിമയിലൊക്കെ വന്നു. ഇപ്പം ഞാൻ കാഞ്ഞങ്ങാട് ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു ചൊടിക്കുക എന്ന് പറയും അല്ലേ? ചൊടിക്കുക അല്ലേ? ചൊടിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക എന്നൊക്കെ പറയാം. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ സംഭവമൊക്കെ ഉണ്ട്. ജോലി എന്തെങ്കിലും? ജോലി ഒന്നുമില്ല. ഓക്കെ. പേര്? നമ്മുടെ പേര് അനിത. എന്നിട്ട് ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും എത്ര പേരെ ഇങ്ങോട്ട് വന്നേ? എത്ര ആള്? 5 ആൾക്കാർ. മോനും. കാഞ്ഞങ്ങാട് എത്ര മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടത്? രാവിലെ 8:30. എപ്പോഴാണ് പ്ലാൻ ചെയ്ത് നമ്മൾ വിസ്മയ പാർക്കിലോട്ട് പോകണം എന്നൊക്കെ എപ്പോഴാണ് പ്ലാൻ ചെയ്തപ്പോൾ? ഇന്നലെ രാത്രി. ആരുടെ മനസ്സിലാണ് ഈ ഒരു ആശയം ഫസ്റ്റ് വന്നേ? എല്ലാ തവണയും ഗൾഫിൽ നിന്ന് വന്നാൽ ഇങ്ങനെ പോകാറുണ്ടോ? പോകാറുണ്ട്. ഇത്തവണ വിസ്മയിലോട്ട് വന്നു അല്ലേ? മോൻ്റെ കൂടെ അങ്ങോട്ട് വിദേശത്ത് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പം ഇത്തവണ കഴിഞ്ഞ തവണത്തെ ഓണത്തിന് മോൻ നാട്ടിലുണ്ടായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഗൾഫിലാണ്. ഇത്തവണത്തെ ഓണത്തിന് നാട്ടിലുണ്ട്. അപ്പം എന്തായാലും ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെ ആഘോഷിക്കുന്ന പ്ലാനൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലല്ലേ. നമ്മുടെ ഈ തിരുവിതാംകൂർ, തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഓണം എന്ന് പറഞ്ഞാൽ അത്തം തൊട്ട് 10 ദിവസം ഓണമാണ് അവർക്ക്. 10 ദിവസം സെറ്റ് സാരി ഉടുത്തിട്ട്, അതായത് ഈ 10 ദിവസം വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ, നോൺ വെജ് ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മളിങ്ങോട്ട് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ മത്സ്യമാംസങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കുന്ന പരിപാടിയുണ്ട്. കാഞ്ഞങ്ങാട് എങ്ങനെ ശരിക്കും ഓണസദ്യ എന്നൊക്കെ പറഞ്ഞാൽ? നിങ്ങൾ കാഞ്ഞങ്ങാട്. അപ്പോൾ കാഞ്ഞങ്ങാട് എങ്ങനെയാണ് പിന്നെ ഈ ഓണത്തിൻ്റെ ആഘോഷമൊക്കെ എങ്ങനെയാണ്? ഓണാഘോഷം സാധാരണ പോലെ. വെജിറ്റേറിയൻ ആണോ അല്ലെങ്കിൽ നോൺ വെജും ഉണ്ടാവും? കരിവെള്ളൂർ എങ്ങനെയാ? അതാണ് ആർക്ക് എന്താണോ ഇഷ്ടം അത് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഓണം. അതായത് ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം നമ്മൾ എന്ത് കഴിച്ചാലാണ് നമുക്ക് സന്തോഷം ഉണ്ടെന്ന് അത് കഴിക്കാവുന്നതാണ്. പക്ഷേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നല്ല പ്രഥമൻ വെക്കണമെങ്കിൽ അതിൻ്റെ ചെറുപയർ പരിപ്പല്ലേ, പരിപ്പൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് തേങ്ങാപ്പാൽ റെഡിമെയ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നല്ല തേങ്ങാപ്പാൽ വേണം.
അത് കൃത്യമായിട്ട് മൂത്ത് വന്നാലാണ് യഥാർത്ഥ ഒരു പ്രഥമനൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ഏതൊരു ഭക്ഷണത്തിലും ചേരേണ്ട ചേരുവ ചേർന്നാലേ ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാകും. അപ്പം എൻ്റെ ചോദ്യമാണ്, ചില ഭക്ഷണ സാധനത്തിൻ്റെ കൂടെ ചേർക്കുന്ന ഭാഗം ഏതാണ്? ഇപ്പോൾ നമ്മളൊരു കല്യാണമാണെങ്കിൽ ചെറുക്കൻ്റെ ഭാഗത്ത് ആൾക്കാരുണ്ടാവും, പെണ്ണിൻ്റെ ഭാഗത്ത് ആൾക്കാരുണ്ടാവും. ഒരു ഇലക്ഷൻ ആണെങ്കിൽ മത്സരിക്കുന്ന 2 പാർട്ടിയുടെ 3 പാർട്ടിയുടെ ഭാഗത്ത് ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ ചോദ്യം, ചില ഭക്ഷണ സാധനങ്ങളുടെ കൂടെ ചേർക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞ സൈഡ് ഏതാണ്? ഒരു ഭാഗത്തിൻ്റെ പേര് നമ്മൾ ഭക്ഷണത്തിൻ്റെ ചില ഭക്ഷണ സാധനങ്ങൾ കൂടി ചേർക്കാറുണ്ട്. വിഭവമല്ല, നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കാറുണ്ട്. ശർക്കരയല്ല, ഒരു ഭാഗം, ഒരു സൈഡിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേര്. ഒരു ഭാഗത്തിൻ്റെ പേര് രക്ഷയില്ല. കരിവള്ളൂരുള്ള അമ്മയും അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞങ്ങാടുള്ള 2 അമ്മമാരും പരിചയപ്പെട്ടത്. ഇവിടെ മക്കളെ നമ്മൾ മുന്നേ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, കാണാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫൺ വിത്ത് വിസ്മയുടെ എപ്പിസോഡ് നമ്മൾ ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അമ്മ, അതായത് പിന്നെ പയ്യന്നൂരിലും ചെറുപുഴയ്ക്കും ഇടക്കുള്ള എന്താ സ്ഥലത്തിൻ്റെ പേര്, പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം മക്കളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ വേപ്പൂളിങ്ങനെ വെള്ളത്തിങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാശിൻ്റെ അമ്മ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം അമ്മയോട് നമ്മൾ ചോദിച്ചതാണ്, അതായത് ചില ഭക്ഷണങ്ങളുടെ കൂടെ ചേർക്കുന്ന ഭാഗം, അതായത് ഭാഗം നമുക്ക് സൈഡ് എന്ന് പറയാം, ഭാഗം ഏതാണ് എന്നാണ് നമ്മുടെ സൈഡ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം അമ്മ പറഞ്ഞിട്ട് ഉത്തരം എന്താണ്? ഈസ്റ്റ്. ഏതിൻ്റെ കൂടെയൊക്കെ ചേർക്കും? അപ്പത്തിന്, പിന്നെ മെയിനായിട്ട് അപ്പത്തിനാണ് ചേർക്കുന്നത്. പിന്നെ വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കും. അതാണ്, അതായത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, കിഴക്ക്, തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഇംഗ്ലീഷാണ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലൊരു ഭാഗമുണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കുന്നത്, അതാണ് ഈസ്റ്റ് എന്ന് പറയും. ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ, അതായത് ഈ നമ്മളെ അപ്പമൊക്കെ ഒന്ന് പൊന്തിയിട്ട് വരാനൊക്കെ ചേർക്കുന്ന സംഭവമാണ് അല്ലേ? അതാണ്. അപ്പം ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തിൻ്റെ പേരാണ്, പക്ഷെ അത് ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ഉത്തരം പറഞ്ഞ അമ്മയുടെ പേര് മോഡി അമ്മയ്ക്ക് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന ഒരു ചെറിയ സ്നേഹസമ്മാനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങൾ, പുതിയ മുഖങ്ങൾ, പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ. ഗുഡ് ബൈ.